മക്കളെ നീ എന്ത് ആഹാരം കഴിക്കാതെ ഇവിടെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോ അമ്മയെ കൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്യിപ്പിക്കാം. അമ്മ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ആളായിരുന്നു. മണിക്കുട്ടി വേണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ മുങ്ങിയത്. മാമി മാമനല്ലേ? ഞാൻ തന്നെ പറഞ്ഞ മുങ്ങാൻ. അച്ഛനും അമ്മയും കൂടെ വന്ന് കേറുമ്പോഴേക്കും മാമി മാമനെ കണ്ട് ശരിയാവൂല. ഒന്നാമതേ മാമൻ നമ്മളെ താരത്തും കല്യാണം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ നല്ല വഴക്കുണ്ട് അമ്മയ്ക്ക്. അമ്മ വന്ന് കേറണം, മാമിയുടെ അടുത്ത് ഓരോന്ന് ചോദിക്കണം. മാമിയുടെ സ്വഭാവം വെച്ച് മാമി തിരിച്ചെന്തേലും പറയണം. അടിയാവും, വഴക്കാവും, ബഹളാവും. പിന്നെ നമുക്ക് ചെവി തല കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് പറഞ്ഞു രാവിലെ തന്നെ ഇറങ്ങിക്കോളാം. പറഞ്ഞു നാക്കരത്തില്ല മക്കളെ. ദോ പറഞ്ഞു എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്. അമ്മ നോക്കണ്ട. ആരാ? അല്ല അമ്മ നോക്കണ ആളിവിടെ ഇല്ല. ഞാൻ ആരെയും നോക്കിയില്ലല്ലോ. മണി മണി എന്തോന്ന് വെച്ചാ നീ കാണിച്ചത്? അവൾ ഒന്നാതെ ദേഷ്യത്തിലാണ് വന്നത്. ഇപ്പൊ നീ വന്ന ഉടനെ അതെടുത്ത് ഇട്ട് കൊടുത്തു. അയ്യോ അമ്മ അമ്മ ഇവിടെ മണി മണി അതെ മാമനെ ഇപ്പൊ പഴയ എണ്ണയൊക്കെ തേച്ചത് കുളിക്കുന്നു. അങ്ങനെ അതെല്ലാം പോട്ട്. നിന്റെ അവിടത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? സുഖം തന്നെ? അവിടെ സുഖമാണ് മാമ, നല്ല രസമാണ്. ഇവിടത്തെ പോലെ ഓഫീസിൽ എങ്ങനെ തിരക്കൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല. ഓഫീസ് ടൈം കഴിഞ്ഞ് വന്നാൽ ഞാൻ മണിക്കുട്ടിയായിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങും. ഇവളും ബോറടിച്ച് വീട്ടിരിക്കല്ലേ. നമ്മുടെ നാട്ടും പുറം പോലെ തന്നെ. പിന്നെ എന്തൊക്കെയാണ്, പുഴയുണ്ട്. പുഴയുണ്ടാ? നീ അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പോകൂ? കുളിക്കാനൊന്നും പോയില്ല, ഞങ്ങൾ അതുവഴിയൊക്കെ നടക്കും എപ്പോഴും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ല പ്യൂർ സാധനമാണ്. പാല് ഇതുപോലത്തെ കവർ പാലല്ല, പശു പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കും. സൊസൈറ്റിയിൽ ഓരോരുത്തർ വീട്ടിൽ ഈ പശുവിനെ വളർത്തി പാലുകൊണ്ട് കൊടുക്കും, നമുക്ക് തരും. നല്ല രസമാണ്. പിന്നെ ഭയങ്കര തണുപ്പാണ് അവിടെ. പിന്നെ മാമ അവിടെ നല്ല വർഷാപ്പ മേച്ചിനിമാരൊന്നും ഇല്ല. അതെങ്ങനെ ഉണ്ടാവും? ഞാൻ അവിടെ ഇരിക്കുകയല്ലേ. അച്ഛാ, ഈ അമ്മയ്ക്ക് ഇതെന്തിന്റെ പ്രശ്നമാണ്? മണിക്കുട്ട മാമന് ഇഷ്ടമുള്ള ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ച്. മാമന് ഇത്രയും പ്രായമായില്ലേ, എന്നായാലും കെട്ടണ്ടേ? അതിന് ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? അത് മക്കളെ നിനക്കറിയല്ല, മാമനുള്ള ഒരേ ഒരു പെങ്ങളാണ് മണിക്കുട്ടി. ഈ മണിക്കുട്ടന്റെ കല്യാണത്തെ പറ്റി ഈ പെങ്ങൾക്കും അപ്പൂപ്പനും ഒക്കെ നല്ല ധാരണയുണ്ട്. അവർ നല്ല പ്ലാനിങ്ങിലായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ മണിക്കുട്ട അതൊക്കെ തകർത്ത് കളഞ്ഞത്. അതിന്റെ ഒരു പരിഭവം അത്രേ ഉള്ളൂ. അങ്ങനെ ഇത്ര പരിഭവപ്പെടാൻ ഇരിക്കുന്നത്? അപ്പൂന്റെ കാര്യം തന്നെ നോക്ക്. അവര് വന്ന് കയറിയപ്പോ സന്തോഷപൂർവ്വം അപ്പു അകത്തേക്ക് സ്വീകരിച്ചത് അല്ലേ? അടേ, എന്തായാലും അവർ തമ്മിൽ സ്നേഹിച്ച് സന്തോഷമായിട്ട് കഴിയട്ട്. നമ്മളായിട്ട് ഇനി അവിടെ ഒരു വിരോധവും ഭാവമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ രാമന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. എന്തെല്ലാം പോകരുത്തനങ്ങൾ വീട്ടിൽ കാണിച്ച് ഞാൻ ക്ഷമിച്ചില്ലേ? അപ്പൂന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അപ്പു എന്തൊക്കെ പോക്കറ്റ് തന്നെ ഇവിടെ കാണിക്കുന്നത്. രാമങ്ങൾ ക്ഷമിക്കുന്നില്ലേ? കണ്ട ഇതിന്റെ ഇടയിൽ അവള് എനിക്കിട്ട് താങ്ങി. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് നമ്മൾ ഓരോരുത്തരും തെറ്റ് കാണിക്കും, ഓരോരുത്തരും ക്ഷമിക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാലും ഈ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മക്കളെ. അതെ, ഈ മണിക്കുട്ടിയെ ഇപ്പൊ കുറച്ച് ദേഷ്യത്തിരിക്കാണ്. ശാലം കഴിയിട്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാകട്ടെ, എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. അവളുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അറിയാതെ ഇങ്ങനെ വന്നപ്പോ ഉള്ള ഒരു പ്രയാസം അത്രേ ഉള്ളൂ. അമ്മയെ പോയി നോക്കിട്ട് വരാം. ശരിയാവൂല്ലേ? പിന്നെ പാവമാണ് മണിക്കുട്ടി. അവള് പിന്നെ ഈ സഹോദരന്റെ കല്യാണത്തിന് നിന്ന് എല്ലാം അവള് നിന്ന് മുൻകൈ എടുത്ത് ചെയ്യണം എന്നുള്ളതല്ലേ അവളുടെ ആഗ്രഹം. അതിപ്പം പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇപ്പോഴെന്തോന്ന്, എന്താ ഇത് അറിഞ്ഞപ്പോ എന്തായിരുന്നു? പിന്നെ ഞാൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചല്ലേ കൊണ്ടുവന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇത് വിതുമ്പും കേട്ടാ. മണിക്കുട്ടൻ ചേട്ടന്റെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞു. പാവമാണ് അവള് മണിക്കുട്ടി. പാവം തന്നെ പറ്റിപ്പോയി. ഇപ്പം പറഞ്ഞിട്ട് കഥയില്ല. എന്ത് ചെയ്യാൻ? അമ്മ 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 ഈ ചെയ്യണ്ട ശരിയല്ല കേട്ടോ അമ്മ. എന്തിനമ്മ? ശരിയായിട്ടങ്ങ് ചെയ്, കാണട്ടെ. കുറച്ച് ദിവസം അടുപ്പിച്ച് വീട്ടിലെ കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളെന്നെ പഠിപ്പിക്കാൻ വരണം. അയ്യേ അമ്മ, അതല്ല. പിന്നെ ശ്രീകുട്ടി മാമിയുടെ കാര്യം. നീ കൊറേ നേരമായിട്ട് ശ്രീകുട്ടി മാമിയുടെ വക്കാലത്തും കൊണ്ടുവരാൻ. നീ മാമി ഒന്നും വിളിക്കണ്ടല്ലോ. കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരികയാണ്. എന്നോട്ട് മാമിയൊക്കെ വന്നത്? മാമന്റെ ഭാര്യയായി പോയില്ലേ അമ്മ? അല്ല അമ്മ.
ഈ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം സംസാരിച്ചു വരുന്നത് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്റെ വിഷമം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അതെങ്ങനെ മനസ്സിലാവും? നിനക്ക് സ്വന്തമായിട്ടൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ആ സഹോദരന്റെ വിവാഹത്തിനെ പറ്റി നീ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് അവൻ ഏതെങ്കിലും ഒരുത്തിയെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവും ആ വിഷമം. മനസ്സിലായോ? എന്റെ വിഷമേ ഒരിക്കലും മാറാൻ പോണില്ല. എന്തൊക്കെ ആഗ്രഹമായിരുന്നു എനിക്ക് എന്റെ ചേട്ടനെ പറ്റിയിട്ട്. അമ്മ അതൊക്കെ അങ്ങ് വിടമ്മ. അതൊന്നും വിടാൻ പറ്റൂല മക്കളെ. നീ ഇവിടെയും വന്നാ നീ എന്തിനടി എപ്പോഴും അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വന്ന് നിൽക്കുന്നേ? എടി ഞാൻ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ വന്ന് കൊളാക്കാതിരുന്നാൽ മതി. അയ്യോ സമാധാന അന്തരീക്ഷം അത് ഞാൻ ഇപ്പൊ കണ്ട്. ഇതൊന്ന് ഓ അമ്മ അമ്മ ഇപ്പോഴും പിണക്കം വെച്ചോണ്ടിരിക്കാതെ അമ്മ സമാധാനപ്പെടമ്മ. ഇവിടെ ഇപ്പൊ ഒരു സമാധാന പ്രശ്നങ്ങളും ഇല്ല. ഇനി നിങ്ങളായിട്ട് സമാധാനക്കേട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇവിടെ വാ. അമ്മ അമ്മയ്ക്കൊരു കാര്യം അറിയോ? എന്തോന്നു? ഇവിടെ ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്തോന്നോ എനിക്ക് മനസ്സിലാവണില്ലേ. അത് എന്നെ ഉദ്ദേശിച്ചായിരിക്കും നീ പറഞ്ഞത് അല്ലേ? നിനക്ക് എത്ര ബുദ്ധി ഉണ്ടായിരുന്നാ? നീനെ തന്നെ ഉദ്ദേശിച്ചു. എടി നിന്നെ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് നീ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളൂ. എടി നിന്നെ പോലത്തെ കുരുത്തുരുമ്പൊന്നും എനിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കമ്മി തലിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല. എടി അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കഴിവാണ്ടി. പിന്നെ ഭയങ്കര കഴിവല്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടായിക്കൊണ്ട് നടക്കുന്നത്. എന്തോ അത്? ഇതെന്തോന്ന് അറിയാലോ? നല്ല പഴുത്ത ചട്ടുകൊണ്ട് രണ്ടിടത്തിന് അവസരത്തിൽ വെച്ച് പഠിപ്പിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അടുക്കള വന്ന് ബഹളം ഉണ്ടാക്കല് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അമ്മ ഞാൻ എന്തോന്ന് മിണ്ടരുത്. പൊക്കോ. ഒരു സമാധാനം തരാത്ത രണ്ടെണ്ണം. പോവാനാണ് പറഞ്ഞത്. ഭഗവതി.